നമസ്കാരം. കഴിഞ്ഞ ദിവസം നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ, വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലെ കേരള പീസ് നടത്തിയ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണിത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 53/2025 ആണ്. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയും ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, അമേരിക്കൻ സ്വാതന്ത്ര്യസമരം. അമേരിക്കൻ സ്വാതന്ത്ര്യസമരം. നെക്സ്റ്റ് വൺ, ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആരാണ്? ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, നെപ്പോളിയൻ. നെക്സ്റ്റ് വൺ, ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്, തെറ്റായ പ്രസ്താവനകൾ 3ഉം 4ഉം ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, തെറ്റായ പ്രസ്താവനകൾ 3ഉം 4ഉം ആണ്. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, 1987 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച ഫലങ്ങളും സ്ഥലങ്ങളും നൽകിയിട്ടുണ്ട്. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. 1987 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിട്ടുണ്ട്. അതിനെ ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ആൻസർ ഒന്നാമത്തെ ബഹദൂർ രണ്ടാമൻ, 2 ഷാമാൽ, മൗലവി അഹമ്മദുള്ള, ബിക്രർ മകളുണ്ട്. നെക്സ്റ്റ് ബി സെക്ഷനും ഉണ്ട്. നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് ബഹദൂർ ഷാ രണ്ടാമെന്ന് പറയുമ്പോഴത് ഡൽഹിയാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഷമാൽ എന്ന് പറയുമ്പോൾ അത് ഷമാൽ എന്ന് പറയുമ്പോൾ ഇവിടെ വരിക നോക്കാം. ബഹദൂർ ഷാ രണ്ടാമൻ ഏതായിരുന്നു? ഡൽഹിയാണ് വരുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തത് ബരാട്ടാണ്. അത് മിക്കവാറും പേർക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. ബരാട്ട് രണ്ടാമത്തത് ബരാട്ടാണ്. നെക്സ്റ്റ് 3 എന്ന് പറയുമ്പോഴത് മൗലവി അഹമ്മദുള്ള ഫൈസാബാദ്. മൗലവി അഹമ്മദുള്ള ഫൈസാബാദാണ്. 4 ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറയുമ്പോൾ അതെന്താണിത്? ലക്നൗ. ഇത്ര നമുക്കറിയാം അല്ലേ? 3 അറിയാം, 4മത്തെ എഴുതാൻ പ്രയാസം ഉണ്ടാവില്ല. അപ്പം നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 4ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1865 ആണ്. 1865 ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ്, കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സാംസ്കാരിക വകുപ്പ് സജി ചെറിയാൻ. ഓപ്ഷൻ സി സജി ചെറിയാനാണ്. സാംസ്കാരിക വകുപ്പ് സജി ചെറിയാൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. 1, എ എന്ന് പറയുമ്പോൾ ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതലായിരിക്കും. ഇതിൽ എയും ബിയും സിയിലും ഡിയിലും ഏതാണ് ആൻസർ എന്ന് വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് എയും ബിയും ശരിയായ പ്രസ്താവനകളാണ്. ബി എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. 7ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തത്, ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഭൂമിയിലെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇരുമ്പ് നിക്കൽ. ഇരുമ്പ് നിക്കലാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഇരുമ്പ് നിക്കൽ. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം ആണ് ശരിയല്ലാത്ത പ്രസ്താവന. രണ്ടാമത്തതും 3ാമത്തതുമാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 9ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഇടുക്കിയാണ്. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. നെക്സ്റ്റ്, ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കോഡുകളിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. അതിൽ ദാമോദർ നദി, ഗോദാവരി, കൊയ്ക്ക, ബ്രഹ്മപുത്രയൊക്കെ ഉണ്ടതിന് ലിസ്റ്റ് 1ഉം 2ഉം കൂടി ചേരുംപടി ചേർക്കുക അല്ലേ? കോഡ്സ് ഉണ്ട്. അതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസറായിട്ട് വന്നേക്കുന്നത്. ഓപ്ഷൻ ബി. അതായത് ഇവിടെ ദാമോദർ നദി എന്ന് പറയുമ്പോൾ അത്
ഒന്നാമത്തെ ആസാമിൻ്റെ ദുഃഖമാണ് ദാമോദർ നദി വരിക. 2 കറക്റ്റ് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ബി ഇവിടെ രണ്ടാമത് ദക്ഷിണ ഗംഗയാണ് ഗോദാവരി നമുക്കറിയാം. കൊയ്ക നദി എന്ന് പറയുമ്പോൾ അത് മഹാരാഷ്ട്രയുടെ ജീവനാഡിയാണ്. ബ്രഹ്മപുത്ര നദി ചുവന്ന നദിയുമാണ് അല്ലേ. അപ്പം ബി ആണ് ഇവിടുത്തെ ആൻസർ. കറക്റ്റായിട്ട് കൊടുത്തേക്കുന്നതാണ് നോക്കാൻ കഴിയുന്നത്. നെക്സ്റ്റ് വരുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. 11ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത്? ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ലിഗ്നൈറ്റ്. ബ്രൗൺ കോൾ ഇല്ലേ, ബ്രൗൺ ഡയമണ്ട് ലിഗ്നൈറ്റ്. നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ RBIയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? RBIയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പാവപ്പെട്ടവൻ്റെ ബാങ്ക്. അതാണ് RBI, പാവപ്പെട്ടവൻ്റെ ബാങ്ക് എന്നുള്ളതാണ് ബന്ധമില്ലാത്തത്. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. നെക്സ്റ്റ് വരുന്നത് കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവയെ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി നബാർഡ്. 82 എന്ന് പറയുമ്പോൾ നമുക്ക് നബാർഡ് കറക്റ്റ് ഓർമ്മ വരും. നെക്സ്റ്റ് സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം അനുസരിച്ച് ആദ്യമായി അവതരിപ്പിച്ചതാരാണ്? സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ചോർച്ച അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ദാദാഭായ് നവറോജി. ചോർച്ച നവറോജിയാണിത് അവതരിപ്പിച്ചത്. നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എയും ബിയും സിയും ഡിയും വായിച്ച് നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. ലക്ഷ്യമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ജൈവ കൃഷി രീതി ഉപയോഗിച്ച് കാർഷിക ഉൽപ്പാദനം വികസിപ്പിക്കുക എന്നതാണ് ഇവിടെ ലക്ഷ്യം അല്ലാതെ വരുന്ന കാര്യം. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയിൽ പെടുന്നു? ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? ആൻസർ തൃതീയ മേഖലയാണ്. ബാങ്കിങ് നമുക്കറിയാം അല്ലേ, തൃതീയ മേഖലയാണ്. ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ തൃതീയ മേഖലയാണ്. അല്ലെങ്കിൽ ഫസ്റ്റും സെക്കൻഡും പ്രാഥമികവും ദ്വിതീയവും നമുക്കറിയാം, തൃതീയം നമുക്ക് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 17ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറയുന്നവയിൽ എന്തിൻ്റെ രൂപീകരണം ബന്ധപ്പെട്ടുണ്ട്? ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് RBI. ഹിൽട്ടൺ കമ്മീഷൻ RBI ആണ്. RBI ഓപ്ഷൻ ബി ആണ് ആൻസർ. ഹിൽട്ടൺ യങ് കമ്മീഷൻ RBI ആണ്. നെക്സ്റ്റ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1949 നവംബർ 26 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്കതിൻ്റെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്? ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ആമുഖമാണ്. ഓപ്ഷൻ സി ആമുഖത്തിലാണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് നോക്കാം. താഴ്ത്തുന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. അപ്പോൾ എയും ബിയും സിയും ഡിയും ഓപ്ഷൻസ് വായിച്ച് നോക്കിയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ആൻസർ ഓപ്ഷൻ ബി ആണ്. പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമ സംഹിത നടപടി വകുപ്പ് 44 കൂട്ടത്തിൽ പെടാത്തതാണ് പറഞ്ഞേക്കുന്നത്. ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്. ചേരുംപടി ചേർക്കുക ഇന്ത്യൻ ഭരണഘടന ഭേദഗതികളാണ്. 42, 44, 73, 56 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ എയും ബിയും സിയും കൂടി ചേർന്ന് വരുന്നത് നമുക്ക് നോക്കി വെക്കണം. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്ന ജോഡി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ. താഴ്ത്തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4, 5, 6 ഉണ്ട്. ഇതെല്ലാം എന്താണ്? കൺകറന്റ് ലിസ്റ്റിൽ പെട്ടവയാണ്. കൺകറന്റ് ലിസ്റ്റിൽ പെട്ടവയാണ്. നെക്സ്റ്റ് രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി. എല്ലാ പ്രസ്താവനകളും ഇവിടെ തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതൊക്കെയാണ്?
ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതൊക്കെയാണ്? നാലാമത്തത് മാത്രം. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് വരുന്നത് ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 104 ഭേദഗതിയാണ്. ആംഗ്ലോ ഇന്ത്യൻ 104 ഭേദഗതിയാണ്. ഓക്കെ. നെക്സ്റ്റ് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെങ്കിൽ പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കുക. ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്നാണ് നോക്കേണ്ടത്. എയും ബിയും സിയും ഡിയും വായിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി എന്ന് മാർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് പുതിയതായിട്ട് വായിക്കുന്നവരൊക്കെ എയും ബിയും സിയും ഇവിടെ എയും ബിയും സിയും ഡിയും വായിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ എ ആണോ ബി ആണോ സി ആണോ നോക്കാൻ പറ്റുള്ളൂ. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. 26ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നെക്സ്റ്റ് ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 ഇവിടെ ശരിയായ പ്രസ്താവന. ഒന്നാമത്തത്, രണ്ടാമത്തതും നാലാമത്തതും ശരിയായ പ്രസ്താവന ധനകാര്യ കമ്മീഷന് ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. അപ്പോൾ പുതിയ എക്സാം എഴുതുന്ന ആൾക്കാർക്ക് ധനകാര്യ കമ്മീഷനെക്കുറിച്ച് നല്ലതായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഈ 4 പ്രസ്താവനകൾ വായിച്ചിട്ട് നമുക്ക് ശരിയായത് മാത്രം കണ്ടെത്താൻ പറ്റുകയുള്ളൂ. 1, 2, 4 ശരിയായ പ്രസ്താവനകളാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് മാർക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ഇവ എല്ലാം 1, 2 ഇവ എല്ലാം എന്താണ്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ബന്ധപ്പെട്ടതാണ്. 28ൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ്. 28 ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ KSSM അതിൽ അംഗങ്ങൾ എത്രയുണ്ട്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ അംഗങ്ങൾ എത്രയുണ്ട്? ആൻസർ 15 അംഗങ്ങൾ. ഓപ്ഷൻ എ ആണ് ആൻസർ. താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെ ആണ് മുതിർന്നവരായി കണക്കാക്കപ്പെടുക? എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്നവരായി കണക്കാക്കപ്പെടുക? ആൻസർ 60 വയസ്സ്. നെക്സ്റ്റ് ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വരുന്നത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് ആരാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. ഓക്കെ. അടുത്തത് ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഇവിടെ റാംഡിയോ മിശ്രയുണ്ട്, ബിജീഷ് ബാലകൃഷ്ണനുണ്ട്. ഇതിൽ ആരാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഒന്നാമത് റാംഡിയോ മിശ്ര. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? 1, 2, 3 പ്രസ്താവനകൾ വായിച്ചു നോക്കിയ ശേഷം തെറ്റായ പ്രസ്താവന മാത്രം നമുക്ക് മാർക്ക് ചെയ്യാം. ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തതാണ് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ്. ഓക്കെ. നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 1, 2, 3 അല്ലേ? സലമണല്ല ടൈഫീഡ് ഒക്കെ കാര്യമുണ്ട്. അതിൽ 3 വായിച്ചിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നുള്ളതാണ് മാർക്ക് ചെയ്യേണ്ടത്. ആൻസർ 1, 2, 3 എന്താണ്? ശരിയായ പ്രസ്താവനകൾ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 3 വായിച്ചു കഴിയുമ്പോൾ 3 ശരിയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ നമ്മൾ ഓപ്ഷൻ സി മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് മനുഷ്യൻ്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ വിപുലമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നു എന്ന് വെളിവാക്കുന്ന 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം ദ 6th എക്സ്റ്റിങ്ഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തക രചയിതാവ് ആരാണ്? 6ാം വംശനാശം അതിൻ്റെ രചയിതാവ് ആരാണ്? ആൻസർ എലിസബത്ത് കോൾബർട്ടാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. എലിസബത്ത് കോൾബർട്ടാണ് 6ാം വംശനാശം അതിനെക്കുറിച്ച് എഴുതിയേക്കുന്നത്. നെക്സ്റ്റ് ഒരു നിശ്ചിത അളവിൽ CO2 പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന പെർമിറ്റാണ് ഒരു നിശ്ചിത അളവിൽ CO2 കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളപ്പെടുമല്ലോ അല്ലേ? പുക പൊള്ളപ്പോൾ
പുറന്തള്ളപ്പെടുന്നുണ്ട്. വാഹനങ്ങളുണ്ടെങ്കിൽ പുറന്തള്ളപ്പെടുക തന്നെ ചെയ്യും. സോ അതിന് അനുവദിക്കുന്ന ഒരു പെർമിറ്റ് എത്രമാത്രം അനുവദിക്കപ്പെടുന്നു അല്ലേ? പുക പരിശോധിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, പുക പരിശോധിക്കുന്നു. അപ്പോൾ എത്രമാത്രം അനുവദിക്കാം അതാണ് ഇവിടെ പറയുന്നത്. അനുവദിക്കുന്ന ഒരു പെർമിറ്റാണ്. അത് കാലാകാലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പുക പരിശോധനാ കേന്ദ്രങ്ങൾ പുക പരിശോധിക്കണം. നമുക്ക് വാഹനങ്ങളുടെ ഇത് വരുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ പുക പരിശോധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫൈൻ ഈടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പെർമിറ്റ് എത്രയുണ്ട്, എത്ര ആകാം, അതെന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കാർബൺ ക്രെഡിറ്റ്. കാർബൺ ക്രെഡിറ്റ് ആണ്, ഓപ്ഷൻ സി ആണ് ആൻസർ. 36ൻ്റെ കാർബൺ ക്രെഡിറ്റ്. വണ്ടിയുള്ളവർക്കൊക്കെ ചില പക്ഷേ അറിയാമായിരിക്കും, എന്നാലും നോക്കാം. നെക്സ്റ്റ്, കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? കോളേജ് വിദ്യാർത്ഥികളുടെ ആൻസർ ജീവനി. ഓപ്ഷൻ ഡി ജീവനി. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതനുസരിച്ച് ഗുരുത്വാകർഷണ ബലം എങ്ങനെയാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതനുസരിച്ച് ഗുരുത്വാകർഷണ ബലം എങ്ങനെ വരുന്നു? ഗുരുത്വാകർഷണ ബലം എങ്ങനെ വരുന്നു? കുറയുന്നു. ഗുരുത്വാകർഷണ ബലം ഓപ്ഷൻ ബി ആണ്, കുറയുന്നു ആൻസർ. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ പട്ടുപോലെയേ ചോദിക്കും അല്ലേ? ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രതാ ദൂരം 15.0 ആണ്. അതിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, 0.075. നെക്സ്റ്റ്, എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തിനോട് ബന്ധമില്ലാത്തത് ഏതാണ്? എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തിനോട് ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മാലൂസ് നിയമമാണ്. ബന്ധമില്ലാത്തത് മാലൂസ് നിയമം. ബന്ധമുള്ളത് നമുക്ക് ഇവരെ നോക്കി വെച്ചേക്കണം കേട്ടോ. ഓക്കെ, ഇപ്പോഴത്തെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ. പ്രൊഫഷണൽ ആൻസർ കീഴിൽ, അപ്പോൾ ബി മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് പോകും. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? സ്പേസ് ഡോക്കിംഗ് നേട്ടം ഇന്ത്യയുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ചന്ദ്രയാൻ 4. ഓക്കെ, നെക്സ്റ്റ്, പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ചതാണ്? ദ്വൈത സ്വഭാവം, പദാർത്ഥങ്ങളുടെ ദ്വൈത സ്വഭാവം നിർദ്ദേശിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ഡി ബ്രോഗ്ലി. ദ്വൈത സ്വഭാവം ഡി ബ്രോഗ്ലി. നെക്സ്റ്റ്, CuNH3 Cl2 എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിൻ്റെ ഓക്സീകരണാവസ്ഥ എത്രയാണ്? കോപ്പറിൻ്റെ ഓക്സീകരണാവസ്ഥ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി +3 ആണ്. ഓപ്ഷൻ ബി +3 ആണ് കോപ്പറിൻ്റെ ഓക്സീകരണ അവസ്ഥ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തത് ഏതാണ്? ലൂയിസ് ബേസ് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, CO2. നെക്സ്റ്റ്, 2023 രസതന്ത്ര നോബൽ പ്രൈസ് എന്തിൻ്റെ കണ്ടുപിടുത്തമാണ് നൽകപ്പെട്ടത്? 23 നൽകപ്പെട്ടത്. ആൻസർ ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്സ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. പ്രസ്താവന 1, ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ച തെന്മല കൊല്ലം ജില്ലയിലാണ്. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ നീരാ പ്ലാൻ 2015 കൈപ്പുഴയിൽ ആരംഭിച്ചു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം ആദ്യമേ ആരംഭിച്ചത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിൽ. ഇതിലെ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ആൻസർ നമുക്ക് ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയായ പ്രസ്താവനകളാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആൻസർ. ഇവിടെ ഓപ്ഷൻ സി ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അത് നോക്കി വായിക്കണം. നെക്സ്റ്റ് വരുന്നത്, താഴെ പറയുന്ന പ്രസ്താവനകളും ബന്ധപ്പെട്ട് വ്യക്തിയെ തിരിച്ചറിയാം. അത് സാരഞ്ജനി പരിണയം സുശീല ദുഃഖം നാട് രചിച്ചിട്ടുണ്ട്. 1998 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിൻ്റെ ശാഖ സ്ഥാപിച്ചു. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചിട്ടുണ്ട്. ദേവേന്ദ്രനാഥ് ടാഗോറിൻ്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അതാരെപ്പറ്റിയാണ് പറയുക എന്നാണ് നോക്കേണ്ടത്. ആൻസർ എന്താണ്? നമുക്ക് അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാലൻ എന്നുള്ളത് നോക്കി പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് വരുന്നത്, ICC ചാമ്പ്യൻഷിപ്പ് ക്രിക്കറ്റ് പുരുഷന്മാരുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 4 പ്രസ്താവനകളും വായിച്ചു നോക്കൂ. തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് എന്താ തെറ്റായ പ്രസ്താവനകൾ അല്ലേ? അപ്പോൾ നമുക്ക് തെറ്റായ പ്രസ്താവന ഇതൊക്കെയാണ്. പഠിക്കേണ്ടവർക്ക് എന്ത് ചെയ്യേണ്ടത്? ഇതൊക്കെ നമുക്ക് കൂടി 1, 4 പഠിച്ചു വെക്കണം. അവിടുത്തെ ആൻസർ നമുക്ക് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ.
നെക്സ്റ്റ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തെ, അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. അവരുടെ ജന്മദേശം നമീബിയയാണ്. ഈ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ്. മുൻ ഒളിമ്പിക്സ് ബാഡ്മിൻ്റൺ താരമാണ് ക്രിസ്റ്റി കവൻട്രി എന്ന് പറയുക. ഇതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദ്യം വന്നേക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം എന്താണ്? ശരി പ്രസ്താവനകളാണ്. ആൻസർ ഓപ്ഷൻ എ. ഒന്നാമത്തതും മൂന്നാമത്തതും എന്താണ്? ശരിയായ പ്രസ്താവനകൾ ആകുന്നു. നെക്സ്റ്റ് വരുന്നത് മാത്സിൻ്റെ ആണ്. 1 + 3 + 5 + n പദങ്ങൾ ഡിവൈഡ് 1 + 2 + 3 = 12/7 ആയാൽ ഇതിൻ്റെ വില എത്രയാണ്? അല്ലേ, 51ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 6 എന്നാണ് ഉത്തരം വരിക. നെക്സ്റ്റ്, ഒരാൾ ഒരു ഡസൻ ബാഗുകൾ 4,920 രൂപയ്ക്ക് വിറ്റപ്പോൾ 18% നഷ്ടമുണ്ടായി, 15% ലാഭമുണ്ടായി. അയാൾക്ക് കിട്ടണമെങ്കിൽ ഓരോ ബാഗ് എത്ര രൂപയ്ക്ക് അയാൾ വിൽക്കണം? ആൻസർ ഓപ്ഷൻ എ ആണ്. 575 രൂപയാണ്. ആൻസർ ശരിയാണോ ചെക്ക് ചെയ്യുക. 10 x by 4 × 4/5 x = 2/8 ആയാൽ അപ്പോൾ എക്സിൻ്റെ വില എത്ര എന്നാണ് അവിടെ ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 6 ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് 54 എന്ന് പറയുമ്പോൾ രാജുവിന് ഒരു പരീക്ഷയ്ക്ക് 455 മാർക്ക് കിട്ടി. ഇത് ആകെ മാർക്ക് 91% ആയാൽ ആകെ മാർക്ക് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി. 500 മാർക്കാണ് കിട്ടുക. അപ്പോൾ 500 ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് വരുന്നത് സാമാന്തരിക ABCD യിൽ AB AD എന്നീ വശങ്ങളിലേക്കുള്ള ലംബങ്ങൾ യഥാക്രമം 5 cm 20 cm ആണ്. സാമാന്തരികത്തിൻ്റെ വിസ്തീർണം 160 cm² ആയാൽ അതിൻ്റെ ചുറ്റളവ് എത്രയെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ പ്രൊഫഷണൽ ആൻസർക്ക്. 80 cm ആണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ്, ഒറ്റയാനെ കണ്ടെത്തുക. 56ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. 100. നെക്സ്റ്റ് 57ാമത്തെ, 2018 ജനുവരി 1 തിങ്കളായ 22 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? 18 ജനുവരി 1 തിങ്കൾ ആയാൽ 22 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ്. ശനിയാണ് ആൻസർ. ഓക്കെ. ഇനി വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടുത്തെ 3, 7, 16, 35, 74ൻ്റെ ബാക്കി അടുത്ത സംഖ്യ എത്ര എന്നാണ് ചോദ്യം. 58ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 153 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് 59 എന്ന് പറയും. പ്ലസ് എന്നത് ഇൻറ്റു ആയിട്ടും മൈനസ് എന്നത് ഡിവിഷനായിട്ടും ഇൻറ്റു എന്നത് മൈനസിനെയും ഡിവിഷൻ എന്നത് പ്ലസിനെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ 25 + 5 ഡിവിഷൻ 900 - 90 × 100ൻ്റെ വില എത്രയാണ്? ക്വസ്റ്റ്യൻസ് വായിച്ച് നന്നായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്. 35 ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ. നെക്സ്റ്റ്, ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ CAT എന്നത് 9ആയും ഡീർ എന്നത് 11ആയും കോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കോഡ് ഭാഷയിൽ എലിഫൻറ്റ് എന്നത് എങ്ങനെ രേഖപ്പെടുത്തും എന്നുള്ളതാണ് ചോദ്യം. 60യുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 19 നമുക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ദ ക്വാളിറ്റി ഓഫ് ദി ഓറഞ്ചസ് ഡാഷ് നോട്ട് സാറ്റിസ്ഫാക്ടറി വാസ് വെയർ ഹാവ് ബീൻ ആർ. ദ ക്വാളിറ്റി ഓഫ് ദി ഓറഞ്ചസ് ഏതാണ് ഇവിടുത്തെ ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ വാസ് ആണ്. ദ ക്വാളിറ്റി ഓഫ് ദി ഓറഞ്ചസ് വാസ് ആണ്. ആൻസർ മാത്രം പറഞ്ഞു പോകാം. ഹി ഡാഷ് 10 years ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഹി വിൽ ഹാവ് ബീൻ കംപ്ലീറ്റിംഗ് 10 years ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച്. നെക്സ്റ്റ്, നൺ ഓഫ് us പ്ലേഡ് ദ ഗെയിം വെൽ. അതിന് ക്വസ്റ്റ്യൻ ടാഗ്. ആൻസർ ഓപ്ഷൻ ഡി ഡിഡ് വി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ഡിഡ് വി ആണ്. നെക്സ്റ്റ്, ഇഫ് യു ഹാഡ് റീച്ച്ഡ് ദ വെന്യൂ അറ്റ് ദ റൈറ്റ് ടൈം യു ഡാഷ് ദ ചീഫ് ഗസ്റ്റ്. യു ഡാഷ് ദ ചീഫ് ഗസ്റ്റ്. യു ആൻസർ വരുന്നത് യു കുഡ് ഹാവ് മെറ്റ്. ഓപ്ഷൻ എ യു കുഡ് ഹാവ് മെറ്റ് ചീഫ് ഗസ്റ്റ്. നെക്സ്റ്റ്, ദ ടീച്ചർ കുഡ് നോട്ട് ഡാഷ് ബീറ്റിംഗ് ദ സ്റ്റുഡൻറ്റ് ഫോർ ഹിസ് മിസ്ബിഹേവിയർ. 65ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. കീപ് ഫ്രം. ദ ടീച്ചർ കുഡ് നോട്ട് കീപ് ഫ്രം ബീറ്റിംഗ് ദ സ്റ്റുഡൻറ്റ് ഫോർ ഹിസ് മിസ്ബിഹേവിയർ. അടുത്തത് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഏതാണ്? മൊമെൻറ്റോ എന്ന് പറയുമ്പോൾ ആൻസർ ഓപ്ഷൻ സി. ഇതാണ് സി ആണ് സ്പെൽറ്റ്. നെക്സ്റ്റ്, ദ കോർട്ട് ഒബ്സർവ്ഡ് ദ എഗ്രിമെൻറ്റ് റൂൾ ആൻഡ് വോയിഡ് നൺ ആൻഡ് വോയിഡ്. ഹിയർ നൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നൾ ആൻഡ് വോയിഡ് എന്ന് പറയുമ്പം എന്താണ് സൂചിപ്പിക്കുക? 67ൻ്റെ ആൻസർ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇൻവാലിഡ് ആണ്. നെക്സ്റ്റ്, പിക്ക് ഔട്ട് the word for a person who does not believe in and is strongly against accepted ideas, traditions, images, etc. The word for a person ആണ് നമ്മളവിടെ എടുക്കേണ്ടത്.
ആൻസർ 68ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഐക്കണോക്ലാസി. ഐക്കണോക്ലാസ്റ്റ് എന്നാണ്. ഐക്കണോക്ലാസ്റ്റ് ആണ് ആൻസർ. നെക്സ്റ്റ് ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച് 69ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഹി ആസ്ക്ഡ് വെദർ ദേ വുഡ് ലിസൺ ടു സച്ച് ആൻ അഡ്വൈസ്. ഇതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാധനം. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. എക്സ്പാൻഡ് UPI എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്യുക, യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്, എപ്പോഴും നമ്മൾ കാണുന്ന UPI അല്ലേ. നെക്സ്റ്റ് അവൻ എന്ന പദം പിരിച്ചെഴുതുക. 71ൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ്, A+N. നെക്സ്റ്റ് ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ്? ആദേശസന്ധിക്ക് ഉദാഹരണം എന്താണ്? ഇത് വിണ്ടലം എന്നുള്ള നമുക്കറിയാവുന്ന. ആർക്കിടൈപ്പിൻ്റെ മലയാളം എന്താണ്? ആദി പ്രരൂപം. നെക്സ്റ്റ് ചെല്ലം പെരുത്താൽ ചിതലരിക്കുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അതിവാത്സല്യം അപകടകാരിയാണ്. നെക്സ്റ്റ് വരുന്നത് ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക, തീർഷ എന്ന് പറയുമ്പോൾ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, തരണം ചെയ്യാനുള്ള ഇച്ഛയാണ്. നെക്സ്റ്റ് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉഗ്രം അത്യുഗ്രം എന്നുള്ളത്. കുതിരയുടെ പര്യായമല്ലാത്തത് ഏതാണ്? നഗജം എന്നാണ്. ബാക്കി ഹയം ഇതൊക്കെ കുതിരയാണ്. നഗജമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് കൂട്ടത്തിൽപ്പെടാത്തവ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിൽ 78ൻ്റെ ആൻസർ ഇതാണ്, നായകൻ നായികയാണ്. നെക്സ്റ്റ് നമുക്ക് അറിയാവുന്നതാണ്. നെക്സ്റ്റ് പൂച്ചക ബഹുവചന ഉദാഹരണം ഓപ്ഷൻ ബി വൈദ്യർ. ഒന്നിലും പെടാത്തത് അല്ലേ. നെക്സ്റ്റ് കരണീപ്രസവം എന്ന ശൈലിയുടെ അർത്ഥം. കരണീപ്രസവത്തിൻ്റെ അർത്ഥം, ശൈലിയുടെ അർത്ഥം എന്താണ്? അപൂർവമായ സംഭവമാണ് അല്ലേ. നെക്സ്റ്റ് അബ്കാരി നിയമപ്രകാരം ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി? നാലും വായിച്ചിട്ട് ശേഷം നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കുന്ന ഒന്നാണ്. ആൻസർ ഓപ്ഷൻ സി, 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. നെക്സ്റ്റ് ENAയുടെ പൂർണ്ണനാമം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. നെക്സ്റ്റ് NDPS നിയമപ്രകാരം താഴെ പറയുന്നവരിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? NDPS ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. 83യുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, കേരളത്തിൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. ഓപ്ഷൻ ഡി. ഗേജിങ് എന്നത് എന്താണ്? ഗേജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ അല്ലേ, ഗേജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? 84ൻ്റെ ആൻസർ വരുന്നത് ഇവിടെ വന്നേക്കുന്നത് ഓപ്ഷൻ സി ആണ്. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്ന ഗേജ്, മീറ്റർ ഗേജ് എന്നൊക്കെ പറയില്ലേ, ഗേജ്, അതാണ് അളവ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് NDPS നിയമപ്രകാരം രജിസ്ട്രൻ്റെയോ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ അല്ലാതെ മയക്കുമരുന്ന് കൈവശം സൂക്ഷിക്കുന്ന ഒരാളുടെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ദേഹപരിശോധന കഴിഞ്ഞ് എത്ര മണിക്കൂറിനുള്ളിൽ അതിൻ്റെ റിപ്പോർട്ട് ദേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തൻ്റെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥന് കൊടുക്കണം എന്നുള്ളതാണ്. ദേഹപരിശോധനയുടെ ഒരു നിയമം ഏതാണ്? എത്ര മണിക്കൂർ എന്നുള്ളതാണ്. 85ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 72 മണിക്കൂറിനകം കൊടുത്തിരിക്കണം. നെക്സ്റ്റ് അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വയ്ക്കിയത്? ഞാൻ തന്നെ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്, ചാരായം എത്ര ലിറ്റർ വയ്ക്കാം എന്നുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കുറ്റകരമാണ്. ഓക്കെ. ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ ജന്മദിനത്തിന് അംഗീകൃത മദ്യഷോപ്പിൽ നിന്നും ഒരു കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിന് സമ്മാനമായി നൽകി. അബ്കാരി നിയമപ്രകാരം താഴെപ്പറയുന്ന ശരിയായ പ്രസ്താവന, ഇതില്ലേ 3 ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ. 3 ഉണ്ട് അവിടെ, ഏത് ശരിയായ പ്രസ്താവന നോക്കാം. ആൻസർ ഓപ്ഷൻ സി ആണ്, 3, 4 ശരിയായ പ്രസ്താവനയാണ്. നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം അറിയാം അല്ലേ. മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ, മുകളിൽ പറഞ്ഞവയെല്ലാം അല്ലേ, ഈ ജയന്തി എല്ലാ ദിവസങ്ങളിലും അടച്ചിടാറുണ്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഡിസ്റ്റിലറികളിൽ നിന്ന് മറ്റ് സ്പിരിറ്റുകളും കലർത്തുന്നതിനെ അറിയപ്പെടുന്ന പേരെന്താണ്? ഡിസ്റ്റിലറിൽ ചെയ്യുന്ന സംഭവങ്ങളാണത്. അങ്ങനെ മിക്സ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? ബ്ലെൻഡിങ് അല്ലേ, ബ്ലെൻഡിങ്. 1953 വിദേശമദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷൻ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസായി FL6 ലൈസൻസിൻ്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണ്? ഫീസ് ഓപ്ഷൻ ബി ആണ്, 50,000. നെക്സ്റ്റ് കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജിൻ അല്ലേ
എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അളവെന്താണ്? ആൻസർ 35 UP. 35 UP ആണ് എൻ്റെ വീര്യം. കേരളത്തിൽ വിദേശ മദ്യ ലൈസൻസുകൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന നടത്തുന്നതിന് അനുവദിക്കുന്ന ലൈസൻസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് FL9 ലൈസൻസ്. കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ്? ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. കോട്ട്പ ആക്ട് ഒക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ് വകുപ്പ് 4. നെക്സ്റ്റ്, കോട്ട്പ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. എത്രയാണ് ആ ദൂരം എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് 100 യാർഡ്. ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 18 വയസ്സ്. നെക്സ്റ്റ് വരുന്നത്, കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ ആയ വിമുക്തി മിഷൻ്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? 96ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് മുഖ്യമന്ത്രിയാണ്. ഇനിയുള്ളത്, വിമുക്തി മിഷൻ്റെ സൗജന്യ കൗൺസിലിങ്ങിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? ടോൾ ഫ്രീ നമ്പർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 14405. വിമുക്തി 14405 ആണ്. ഇനിയുള്ളത്, കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷൻ ആയ വിമുക്തി രൂപീകരിച്ചത് ഏത് വർഷം? ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസാണ്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ഉണ്ടായിരുന്നു. 2016. നെക്സ്റ്റ്, 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം ബോധപൂർവമായ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ ലഭിക്കും. ആൻസർ ഓപ്ഷൻ എ ആണ്. 100ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റൊരു വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്യായമായ തിരിച്ചറിയൽ സവിശേഷത, വഞ്ചനപരമായ സത്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ എത്ര രൂപ ശിക്ഷ? IT ആക്ട് പോലെ ശിക്ഷ ഏതാണ് ചോദിച്ചേക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻസ് വളരെ റഫായിട്ട് വേഗം നമ്മൾ പ്രൊഫഷണൽ ആൻസർ കീ മാത്രം നോക്കിയെടുത്താണ് ചെയ്യാം. താങ്ക് യു. നെക്സ്റ്റ് നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽസ് ആയിട്ട് ഇത് ചെക്ക് ചെയ്യാനുണ്ട്. ആൻസർ ചെക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു അഗെയിൻ. ഓക്കെ, താങ്ക് യു.